പക്ഷേ ഇത് സുധാകരൻ ബ്രദർ വൈഫാണ് സിന. ഒരു നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ കഴിഞ്ഞ ഏകദേശം 12 വർഷത്തോളമായിട്ട് തുടക്കകാലം മുതലേ ഈ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. സീസണിൽ അവർക്ക് ഒത്തിരി അവർ പ്രാർത്ഥിച്ച തുടക്കം മുതലേ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയങ്ങൾക്ക് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. ആദ്യമായിട്ട് അവർക്കൊരു ഒരു ഭവനമില്ലായിരുന്നു. ബ്രദറും സിസ്റ്ററും സിസ്റ്ററുടെ അനിയത്തിയും മക്കളും അമ്മയും എല്ലാം കൂടി ഒരു ചെറിയ വീട്ടിലാണ് അവർ തുടക്ക സമയങ്ങളിൽ ഒത്തിരി നാളുകൾ താമസിച്ചുകൊണ്ടിരുന്നത്. തന്നൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ സൂപ്പർവൈസറായിട്ട് താൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ തനിക്ക് കുറച്ച് നമ്മളിവിടെ ഒത്തിരി നാളുകൾ വന്നുകൊണ്ടിരുന്നതിന് ശേഷം തനിക്ക് തൊട്ടടുത്ത ഒരു സ്ഥലം തനിക്ക് മേടിക്കുവാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 5 സെന്റ് സ്ഥലമോളം തനിക്ക് മേടിക്കാൻ കർത്താവ് സഹായിച്ചു. നല്ല സ്ഥലം മേടിച്ചിട്ടു. പക്ഷേ ഒത്തിരി നാളുകളായിട്ട് താനത് പ്രാർത്ഥിച്ചു, ഒരു വീട് വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സാമ്പത്തികം ഒന്നും റെഡിയാവുന്നില്ല. പക്ഷെ കർത്താവ് ചെയ്തൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 കഴിഞ്ഞപ്പോൾ അതിനൊരു നിവൃത്തി വരികയാണ്. ശരിക്കും ആ കോവിഡ് സമയത്താണ് ദൈവം ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ വരെ സഹായിച്ചത്. അതൊരു വലിയ മിറക്കലാണ്. താൻ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നും തനിക്ക് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം വരികയും തനിക്ക് ആ ഒരു ഭവനം 2022 അത് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് കാണാം, ഒരു നല്ലൊരു ഭവനം, വലിയൊരു ഭവനം കർത്താവ്, നല്ലൊരു ഭവനം കർത്താവ് അവർക്ക് സ്വന്തമായിട്ട്. ഒത്തിരി വർഷങ്ങൾ ചെറിയൊരു വീട്ടിൽ ഞെരുങ്ങി എല്ലാവരും കൂടെ ആയിരുന്നു. പക്ഷെ ദൈവം അവർക്ക് അത്ഭുതം ചെയ്തു. പല വഴികളും തുറന്നവർക്ക് 2022 നല്ലൊരു വീട്ടിലേക്ക് മാറുവാൻ കർത്താവ് സഹായിച്ചു. 2010 താനും തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടി ജാമ്യത്തിൽ ഒരു 10 ലക്ഷം രൂപ എടുത്തു. അപ്പം 5 ലക്ഷം ഇദ്ദേഹം എടുത്തു, 5 ലക്ഷം കൂടെ നിന്നിരുന്ന ആളും എടുത്തു. പക്ഷേ സുധാകരൻ ബ്രദർ കൃത്യമായിട്ട് ബാങ്കിൽ അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റ് എടുത്ത വ്യക്തി അത് അടയ്ക്കാതെ 2025 ആദ്യ മാസമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. തനിക്കറിയത്തില്ല, ഇദ്ദേഹം ഇതുവരെയായിട്ടൊന്നും അടയ്ക്കുന്നില്ല എന്ന് തനിക്കറിയത്തില്ലായിരുന്നു. സുധാകരൻ ബ്രദർ വിചാരിച്ചു താനത് അടയ്ക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ 2025 തൻ്റെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വരുവാണ്. തൻ്റെ ജോലിയിൽ അത് ബാധിക്കും, തൻ്റെ ശമ്പളത്തെ അത് ബാധിക്കും. ഈ വ്യക്തി പൈസ അടയ്ക്കാതെ ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ആയി കഴിഞ്ഞിരിക്കുന്നു. താൻ കൊച്ചിയിൽ വിളിച്ച് പേര് മാറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. കാരണം അവിടെ താൻ വിളിച്ചു കഴിഞ്ഞ് ഓരോ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഷമാൻഡി ആയിരുന്നു ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആരാധനയിടയിലെങ്കിലും വിളിച്ചു പറഞ്ഞു, ചിലരുടെ സാമ്പത്തിക വിഷയത്തിൽ കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ കടബാധ്യതകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചത്തെ ഓഗസ്റ്റ് മാസം നടന്ന ശനിയാഴ്ചത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷമാൻഡി പ്രാർത്ഥിച്ചു. സംഭവിച്ചൊരു അത്ഭുതം, ഞായറാഴ്ച തിങ്കളാഴ്ച തനിക്ക് ബാങ്കിൽ നിന്ന് കോള് വരികയാണ്. 15 ലക്ഷം രൂപ അത് അവിടെ അടച്ചു തീർത്ത്, അത് തൻ്റെ വൈഫ്, അദ്ദേഹത്തിന്റെ തനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ തനിക്കിങ്ങനെ ഇത് വരുവാണ്, താനും ഇനി ജാമ്യം നിന്ന ആൾക്കാണത് പ്രശ്നം വരുന്നതെന്ന് പറയുവാണ്. ശനിയാഴ്ച ഇത് ഷമാൻഡി പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ തനിക്ക് ബാങ്കിൽ നിന്ന് കോള് വരികയാണ്. അത് ഫുൾ എമൗണ്ട് കൊടുത്ത് തീർത്ത. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് വൈഫ് കൊടുത്തതിൻ്റെ പ്രശ്നങ്ങൾ തീർത്തു, താൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായി.